5 മാർക്സിന് റിപ്പീറ്റഡ്ലി കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റ് ആക്കിയാലോ? ദേ പിടിച്ചോളൂ. സം വേരിയബിൾസ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം ഇൻ എ ടേബിൾ ബേസ്ഡ് ഓൺ 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. നമുക്ക് 2 ബ്രാഞ്ചസ് ആണ് എക്കണോമിക്സിലുള്ളത്. മൈക്രോ എക്കണോമിക്സും ഉണ്ട്, മാക്രോയും ഉണ്ട്. മൈക്രോ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ്. മാക്രോ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് ആഗ്രിഗേറ്റ് ആണ്, അല്ലെ? ആഗ്രിഗേറ്റ് സ്റ്റഡിയാണ്, ടോട്ടൽ സ്റ്റഡിയാണ് മാക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ മൈക്രോ ആണ്. യെസ്, മൈക്രോ ആണ്. കാരണം ഓരോരുത്തർക്കും യൂട്ടിലിറ്റി വെവ്വേറെ ആയിരിക്കും. ആൻഡ് പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ജനറൽ പ്രൈസ് ലെവലാണ്. അപ്പോൾ എന്താ? അത് മാക്രോ ആണ്. ആൻഡ് ഇൻഫ്ലേഷൻ എന്താ? നമ്മുടെ ഫുൾ നമ്മുടെ കൺട്രീനെ മൊത്തം എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് മാക്രോ ആണ്. ഡിമാൻഡ് ഫോർ എ പെൻ, അത് മൈക്രോ ആണ്. ആൻഡ് ആഗ്രിഗേറ്റ് കൺസംഷൻ, ടോട്ടൽ കൺസംഷൻ, അത് മാക്രോ ആണ്. ആൻഡ് ടാക്സസ്, അതും മാക്രോ ആണ്. പിന്നെന്താ? GDP എല്ലാവരെയും എഫക്ട് ചെയ്യും, അല്ലേ? മാക്രോ ആണ്. ആൻഡ് റെന്റ് എന്ന് പറയുന്നത് എന്താ? റെന്റ് ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഒരാളെ മാത്രം, ഇൻഡിവിജ്വൽ സ്റ്റഡിയാണ്, അല്ലേ? അപ്പോൾ അത് മൈക്രോ ആണ്. അങ്ങനെയെങ്കിൽ ആരാണ് നമ്മുടെ ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് എന്ന് നിങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.